ദാ ഈ തക്കാളികൾ എങ്ങനെ ഇങ്ങനെയും പിന്നീട് ഇങ്ങനെയുമായി മാറി എന്നുള്ളതിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് അമ്മമാസ് കിച്ചൺ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ആന്ധ്ര സ്റ്റൈൽ തക്കാളി അച്ചാറാണ് കേട്ടോ. നല്ല തൈര് ഒഴിച്ച് ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക കേട്ടോ. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ തക്കാളികളൊന്ന് അരിഞ്ഞ് ഉപ്പിട്ട് വെയിലത്ത് വെച്ചെടുക്കുക. ഒരു 2 ദിവസം വെച്ചാൽ മതിയാവും. എന്നിട്ട് അതിനെ മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അച്ചാർ ഉണ്ടാക്കാനായിട്ട് കുറച്ച് കടുക്, വെന്തയം, കറിവേപ്പില, ഒരു 2 സ്പൂൺ അളവിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മുളക് പൊടി ഒരു 3 സ്പൂണ്, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾ പൊടി, പിന്നെ നമ്മുടെ കായപ്പൊടിയും 1 സ്പൂണ് വെന്തയും കറിവേപ്പിലയും കൂടെ പൊടിച്ച പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മളൊരു ഫ്രൈ പാൻ വെച്ചിട്ട് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ തന്നെ ഒഴിക്കണം, കാരണം ഇത് നമുക്ക് ഒത്തിരി നാൾ പ്രിസർവ് ചെയ്യാവുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് അധികം നാളൊന്നും ഇത് നിൽക്കില്ല എന്നുള്ളതാണ് വസ്തുത കേട്ടോ. വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 ദിവസം അതിൽ കൂടുതൽ ഇത് പോവുകയില്ല. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുക, കടുകും വെന്തയും ഇട്ട് പൊട്ടിക്കുക, അതിനുശേഷം കറിവേപ്പില ഇടുക, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതെടുത്തിട്ട് നന്നായിട്ട് ഈ നല്ലെണ്ണയിൽ കിടന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. നല്ലോണം മൊരിയിക്കണേ. അതായത് കരിയാനല്ല പറയുന്നത്, നല്ല മണം വരുന്ന ലെവലിൽ ഇങ്ങനെ ഇളക്കി മൊരിച്ചെടുക്കുക. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നന്നായി ഇളക്കി കൊടുക്കണേ, അതർവൈസ് അത് അടി പിടിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ ഇപ്പം അമ്മ ഇട്ടത് വെന്തയും കറിവേപ്പിലയും കൂടെ പൊടിച്ച് വെച്ച പൊടിയാണ് കേട്ടോ, പേസ്റ്റല്ല. അതൊരു സ്പൂണും, പിന്നെ നമ്മുടെ കായപ്പൊടി അതൊരു 3/4 സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു 3 സ്പൂണ് അല്ലെങ്കിൽ ഒരു 4 സ്പൂണ് നമ്മുടെ മുളക് പൊടി. അത് നമ്മുടെ ആവശ്യത്തിനാണ് കേട്ടോ, നമ്മുടെ എരിവിനുള്ള ഒരു ലെവലാണ് ഇടേണ്ടത്. ഒത്തിരി എരിവ് വേണമെന്നുള്ളവർക്ക് നമുക്ക് ഇതിനേക്കാളും കൂടാം, പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു മാക്സിമം ലെവൽ. നമ്മൾ കുറച്ച് നന്നായി എരിവ് കഴിക്കുന്ന ആൾക്കാരാണ്, അപ്പോൾ അതാണ് ഇത് ഇട്ടിരിക്കുന്നത്. ഇനി മഞ്ഞൾ പൊടി ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർ മാത്രം ഇട്ടാൽ മതി. പിന്നെ ഇത് കുറച്ചുകൂടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ മഞ്ഞൾ പൊടിക്ക് എന്നുള്ളത് കൊണ്ടാണ് അമ്മ ഇടുന്നത് കേട്ടോ. നമ്മളെ വീട്ടിൽ പൊടിച്ചെടുത്ത പൊടിയാണ്. എന്നിട്ട് അതൊന്ന് എണ്ണയിലിട്ട് മൊരിഞ്ഞ ശേഷം നമ്മൾ ഈ പൾസ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി എടുത്ത് ഇതിനകത്തേക്ക് ഇടുക. ആക്ച്വലി മേജർ പണി ഓഫ് തക്കാളി അച്ചാർ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ പരിപാടി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇനി ബാക്കിയുള്ള പരിപാടികളുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ ഇടയിൽ അമ്മ കുറച്ചും കൂടെ നല്ലെണ്ണ ചേർത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കുറച്ച് കുറവായിരുന്നു നമ്മൾ ഒഴിച്ചത്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ആന്ധ്രയുടെ എല്ലാ ഡിഷസിനും അത്യാവശ്യം നല്ല എമൗണ്ട് ഓഫ് എണ്ണയും സ്പൈസിയും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഡിഷിന് ഇത്രയും എണ്ണ നമ്മൾ ഒഴിക്കുന്നത്. ഇതൊരു ഒതൻറ്റിക് റെസിപ്പി ആണോ എന്ന് ചോദിച്ചാൽ സത്യമായിട്ടുമല്ല. ഇതൊരു മിക്സ് റെസിപ്പിയാണ്, ഒരു പാലക്കാടൻ സ്റ്റൈലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് ആക്ച്വലി കുറേ ദിവസം വെയിലത്ത് വെച്ച് അതിൻ്റെ വെള്ളം എടുത്ത് ആ വെള്ളം വറ്റിച്ച് അങ്ങനെ എങ്ങാണ്ടൊക്കെ ഉണ്ടാക്കേണ്ട ഒരു സംഭവമാണ്. ഇതൊരു ഇച്ചിരി എളുപ്പപ്പണിയാണെന്ന് തന്നെ പറയാം. ആക്ച്വലി ഈ ഒരു റെസിപ്പി അമ്മക്ക് പറഞ്ഞു കൊടുത്തത് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് കേട്ടോ. ഞങ്ങൾക്ക് പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് 2ാമത്തെ പീരീഡ് ആകുമ്പോഴത്തേനും വിശക്കാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഓരോരുത്തരുടെയും ടിഫിൻ ബോക്സ് എടുത്തിട്ട് ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ഇരുന്ന് കഴിക്കും. ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ മറക്കാൻ പറ്റാത്ത അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസാണ്. അപ്പോൾ ആ സമയത്ത് ഇവൾ തൈരും ഈ തക്കാളി അച്ചാറും കൂടെ കൊണ്ടുവരുമായിരുന്നു. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അവൾ തന്നെയാണ് എനിക്ക് വാരി തരിക. അപ്പോൾ ആ ഒരു മെമ്മറി ഇപ്പോഴൊക്കെ നമ്മൾ ഈ തക്കാളി അച്ചാർ എടുത്താലും എനിക്ക് ഉണ്ടാവാറുണ്ട്. സോ ഇതിൻ്റെ മേജറായിട്ടുള്ള ടേസ്റ്റ് വരുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ്. എണ്ണ തെളിയുന്നത് വരെ വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയിൽ അമ്മ ആഡ് ചെയ്തിട്ടുള്ള ഒരു സീക്രട്ട് റെസിപ്പിയാണ്. ഒന്നുമല്ല, വിനാഗിരി, അല്ലെങ്കിൽ വിനാഗിരി. അപ്പോൾ ആ വിനാഗിരി നമ്മളൊരു ചെറിയൊരു ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട് വരാതിരിക്കാൻ അല്ലെങ്കിൽ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഈ വിനാഗിരി ഒഴിക്കുന്നത്. വിനാഗിരി ഒഴിച്ചിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, എണ്ണ തെളിയുന്നത് വരെ ഇളക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തക്കാളി അച്ചാറിൻ്റെ കോമ്പിനേഷനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചോറ്, നല്ല പൊന്നിയരി ചോറ്. ഇതിന് മട്ടേരി അത്ര നല്ല കോമ്പിനേഷൻ അല്ല കേട്ടോ. നല്ല പൊന്നിയരി ചോറിൽ നല്ല അടിപൊളി കട്ട തൈര് ഒഴിക്കുക, ഈ തക്കാളി അച്ചാറും വയ്ക്കുക. വേറൊന്നും വേണ്ട, ഇത് മാത്രം മതി. നല്ല സ്വാദാണ്, അടിപൊളി സ്വാദാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും ഈ സംഭവം കഴിഞ്ഞട്ടോ. എനിക്കിത് കാണുമ്പോൾ കൊതിയായിട്ട് പാടില്ല, ഇതെനിക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നണം. സോ ഇനി ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വേണം എനിക്ക് അമ്മാനോട് പോയി പറയാൻ വീണ്ടും ഇതുണ്ടാക്കി തരാനായിട്ട്. സോ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.